നവകേരള സദസ്സിൻ്റെ വൻ വിജയത്തിന് ശേഷം ആ വൻ വിജയം നമ്മൾ കണ്ടു, അതിൻ്റെ പ്രതിഫലനവും നമ്മൾ കണ്ടു. ലോക്സഭാ ഇലക്ഷനിലുള്ള ഈ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ വൻ പരാജയം നമ്മൾ കണ്ടു. അപ്പോൾ ഈ വൻ വിജയത്തിന് ശേഷം, വിജയം നല്ല അവകാശപ്പെടാൻ പറ്റുള്ളൂ, ഇവിടെ ഇഷ്ടംപോലെ എല്ലാം കൊണ്ടുവന്ന് തന്നതല്ലേ ഈ നവകേരള സദസ്സ് മൂലം. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പുതിയ കലാപരിപാടി തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വികസന സദസ്സ് എന്ന് പറയുന്ന അടുത്ത സദസ്സ്. മറ്റേത് ഒരുപാട് പേരുടെ തലയടിച്ചു പൊട്ടിച്ചു, യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയടിച്ചു പൊട്ടിച്ചു, നട്ടലടിച്ചു പൊടിച്ചു, പിന്നെ വീട്ടിൽ ലാത്തി അടിച്ചു. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വരെ പോയാണ് എടുത്തിട്ട് അടിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ വരെ പോയി കരിങ്കൊടി കാണിച്ചവരെ അടിക്കുക. മുഖ്യമന്ത്രിയുടെ ദേഹത്ത് എന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള നോക്കുന്നതാണ് അവരുടെ ജോലി. അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വരുന്നെങ്കിൽ അവരെ തടയണം. ഇത് കരിങ്കൊടി കാണിക്കുന്നവർ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അദ്ദേഹത്തിന് വലിയ ശാരീരികമായിട്ട് വല്ല പ്രശ്നം വരുമല്ലോ. അതുകൊണ്ട് കരിങ്കൊടി കാണിക്കാൻ വന്നേക്കുന്നവന്മാരെ എല്ലാം പോയി എടുത്തിട്ട് അടിച്ച് നാശമാക്കിയിട്ടുണ്ട്. ചെടിച്ചട്ടി എടുത്ത് തലയ്ക്ക് അടിച്ചതാണ്. അത് രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. പിന്നീട് അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ട് അതിന് വലിയ വിജയമായിരുന്നു. അത് നടന്ന അതാണ്. മാത്രമല്ല 1.05 കോടി രൂപയുടെ ഒരു ബസ് കേട്ടോ, വളരെ ഒരു ആഡംബര ബസ് വാങ്ങി ഇതിനു വേണ്ടി തന്നെ റെഡിയാക്കി എടുത്തു. അതിപ്പോൾ ആർക്കും വേണ്ടാതെ എവിടെയോ കിടക്കുകയാണ്. എന്തായാലും അത് വെളിയിലെങ്ങും കാണുന്നില്ല ഇനി. കാരണം മുഖ്യമന്ത്രിമാരുടെ ആസനം പതിഞ്ഞ ഒരു സ്ഥലമാണ് അത് അതിനകത്തുള്ളത്, മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും. അത് കാരണം വേറെ ആരും അത് ഇരിക്കാനൊന്നും യോഗ്യരല്ല. ഏതായാലും ആർക്കും വേണ്ടതാനും ആ രീതിയിൽ അത് എവിടെയോ കിടപ്പുണ്ട്, ഒരു പ്രയോജനമില്ലാതെ. ഇത് ഒരു മന്ത്രി അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബസ് എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ അത് കാണാൻ തന്നെ ആൾ വരും എന്നുള്ളതാണ്. ശരിയായിരിക്കും. ഏതായാലും അദ്ദേഹത്തിൻ്റെ വലിയ വിവരം നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ സർക്കാരിൻ്റെ പണം അന്ന് ഒരുപാട് ധൂർത്തടിച്ചു. മാത്രമല്ല അന്ന് വലിയൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. സ്പോൺസർഷിപ്പ് എന്നുള്ള പേരിൽ വൻ പണപ്പിരിവ് ഇതിൻ്റെ മറവിൽ നടത്തിയതായിട്ട് ഉണ്ട്. അതൊരു അഴിമതിയാണ് എന്നുള്ള ആരോപണം പോലും ഉണ്ട്. പിന്നെ വേറെ ഗുണമുണ്ടായത് എന്താണെന്നറിയോ? സ്പോൺസർഷിപ്പിലൂടെയാണ് അത് നടത്തിയെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ആരാണ് ഈ സ്പോൺസേഴ്സ് എന്നുള്ളത് ഇന്ന് വരെയും വെളിപ്പെട്ടിട്ടില്ല, വെളിയിൽ വന്നിട്ടുമില്ല. അതൊരു രഹസ്യ ആയിരുന്നു അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്രാവശ്യം എന്താണെന്നറിയോ? സർക്കാരിൻ്റെ പണം ധൂർത്തടിച്ചിരിക്കുന്നു എന്നുള്ളത് അതൊന്ന് ഒഴിവാക്കണം. പിന്നെ അതേപോലെ ഇതുപോലെ ഈ അഴിമതി പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള ആരോപണമൊന്നും വരരുത്. അതുകൊണ്ട് എന്താണെന്നറിയോ? ഇത് സർക്കാരിൻ്റെ പണമൊന്നും അല്ലല്ലോ ഇനി ചിലവാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിൻ്റെ ചിലവ് നോക്കിക്കോണം. അതായത് നമ്മുടെ സംസ്ഥാനത്തെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഇത് നോക്കണം. ഓരോ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷം രൂപ ഇതിന് കൊടുക്കണം കേട്ടോ. അതാണ് ഉത്തരവ്. മുനിസിപ്പാലിറ്റികൾ 4 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം ഓരോ മുനിസിപ്പാലിറ്റിയും. ഓരോ കോർപ്പറേഷനും 6 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം. ഇത് കേട്ടാൽ നമുക്ക് തോന്നും ഈ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും ഒക്കെ ഈ പണം എന്ന് പറയുന്നത് പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ കൗൺസിലേഴ്സ്, മുനിസിപ്പൽ ചെയർമാൻ, അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ കൗൺസിലേഴ്സ്, മേയർ, ഇവരൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണമായിരിക്കും എടുത്തു കൊടുക്കുന്നതെന്ന് നമുക്ക് തോന്നും. അതല്ലല്ലോ, ജനങ്ങളുടെ പണം തന്നെയല്ലേ അതും. അപ്പോൾ സർക്കാരിൻ്റെ പണം എന്ന് പറഞ്ഞാലും പൊതുജനങ്ങളുടെ പണം തന്നെയാണ്. ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ സ്ഥാപനങ്ങളുടെ പണം എന്ന് പറഞ്ഞാലും അതും ജനങ്ങളുടെ പണം തന്നെയാണ്. അപ്പോൾ അത് ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. ഏതായാലും ഈ ഭാരം വരുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളുടെ മുകളിലേക്കാണെന്നുള്ളത് ഏതാണ്ട് വ്യക്തമാണ്, ഇവർക്ക് എന്തൊക്കെ ഉദ്ദേശിച്ചാലും. ഇനി ഇത് പഞ്ചായത്തും, അതായത് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ തനത് ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടിൽ നിന്നോ ഇതെടുക്കാം. പോരാതെ വരുന്ന പണമുണ്ടല്ലോ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താം അവർക്ക്. അപ്പോൾ ഈ സ്പോൺസർമാർ ഇതുവരെ പോയിട്ടില്ല, അത് തിരിച്ചു വരുന്നുണ്ട് സ്പോൺസേഴ്സ് കേട്ടോ. ഇതാണ് കാരണം. അപ്പോൾ അത് വ്യാപകമായ പണപ്പിരിവിന് അതും ഇടയാക്കും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. അതിൻ്റെ പുറകിൽ വൻ അഴിമതികളൊന്നും നടക്കാൻ പോവുകയാണ്. കാരണം ഇതൊന്നും കണക്കും ഒന്നും ഉള്ള കാര്യമൊന്നും അല്ല ഈ വരാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ ആ പണപ്പിരിവ് നടക്കും. ഇത്
ഈ മാമാങ്കം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെയുള്ള ഒരൊറ്റ മാസമാണ്. അപ്പോൾ സെപ്റ്റംബർ 20 നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വെച്ച് ഇതങ്ങ് ഉദ്ഘാടനം ചെയ്യും. അതോടുകൂടി പിന്നെ അങ്ങ് തിരികൊളുത്താണ്. പിന്നെ എല്ലാ പണ്ട് ഈ നവകേരള സദസ് എന്നുള്ള പേരിൽ 140 മണ്ഡലങ്ങളിലൊക്കെ ഈ എല്ലാവരും മന്ത്രിമാരും എല്ലാം പോയതാണ് കേട്ടോ, എല്ലാം പൊടിച്ചതാണ്. ഇനി അതുപോലെ അപ്പം വരുമ്പോൾ ഇനി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പോകുമായിരിക്കാം. അതോ ഓരോ മണ്ഡലത്തിലേക്കാണോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും അതറിയാൻ പറ്റുന്നില്ല. ഏതായാലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വെച്ചാണ് അതിൻ്റെ ഉദ്ഘാടനം നടക്കുക. ഇനി അപ്പോൾ ഇത് കഴിഞ്ഞ നവകേരള സദസ്സ് എന്ന് പറയുന്ന 2023 നവംബർ മുതൽ ഒക്ടോബർ വരെ ഉള്ള സമയമായിരുന്നു. അതിന് പകരമാണിപ്പോൾ സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെ ഉള്ള സമയം ഇത് എടുക്കുന്നത്. ഇനി അപ്പോൾ കഴിഞ്ഞ ഈ പറഞ്ഞ നവകേരള സദസ്സിൻ്റെ വിജയത്തെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം. എന്താ വിജയം എന്നുള്ളത് നമുക്കാർക്കും അറിഞ്ഞൂടാ, അതിലെന്താ അതുകൊണ്ട് ആ പ്രയോജനം ഉണ്ടായെന്ന് നമുക്കറിഞ്ഞൂടാ. പക്ഷേ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് IMG, അതായത് IMGയുടെ നേതൃത്വത്തിൽ IMGയുടെ ഡയറക്ടർ, അദ്ദേഹം ഒരു മുൻ ചീഫ് സെക്രട്ടറിയാണ് കേട്ടോ, അദ്ദേഹം ഒരു പഠനം നടത്തുന്നുണ്ട്, ഒരു പഠനം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് കേട്ടോ. അതായത് നവകേരള സദസ്സ് മൂലം എന്ത് ഗുണമുണ്ടായി എന്ന് പറഞ്ഞാൽ കുറേ എണ്ണത്തിൻ്റെ തലയടിച്ചു പൊട്ടിച്ചു, കുറേ നട്ടെല്ലടിച്ചു പൊടിച്ചു, കാലും കൈയും അടിച്ചു പൊടിച്ചു, ഇഷ്ടംമാതിരി ആളുകളെ ഉപദ്രവിച്ചു. അതാണ് എല്ലാം ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരല്ലേ, അവരെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഗുണമുണ്ടായത്. അല്ലാതെ ഇനി ഏതൊക്കെ തലത്തിൽ പ്രതികരണം ഉണ്ടായി? പ്രതികരണം ഒരുപാടുണ്ടായിരുന്നു. കാരണം എവിടെയൊക്കെ ഉണ്ടോ അവിടെല്ലാം ഈ അഴിമതി ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിക്കാനായിട്ട് ഇറങ്ങി വീണു. അവരെയൊക്കെ അടിച്ച് ശരിപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തി. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതായത് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം നടത്തി. അങ്ങനെ നടത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ അടി കൊണ്ടു യൂത്ത് കോൺഗ്രസ്സുകാർക്ക്. അതാണ് ഇതിൻ്റെ പ്രതികരണം ഉണ്ടായത്. ഇനി നടത്തിപ്പ് മുതൽ അതിൻ്റെ ഭരണനിർവഹണ മേഖലയിൽ ഇതുണ്ടാക്കിയ ചലനങ്ങൾ, എന്തോ ചലനങ്ങളെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ ചലനങ്ങളുണ്ടായത് CPI വിളിച്ചു പറഞ്ഞു കേട്ടോ. ചലനങ്ങളുണ്ടായത്, അതായത് ക്രിയാത്മകമായ ഒരു ഉപയോഗവും ഇതുകൊണ്ടുണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്, അതും വൻ പരാജയമാണെന്നും CPI വിലയിരുത്തിയിട്ടുണ്ട്. അതാണ് നടന്നത് കാര്യം. അപ്പോൾ ഇനി അതുകൊണ്ട് ഏതൊക്കെ പ്രതികരണങ്ങളുണ്ടായെന്ന് ചോദിച്ചാൽ CPIയുടെ പ്രതികരണം ഞാൻ ഈ പറഞ്ഞതാണ്. പിന്നെ ജനങ്ങളുടെ പ്രതികരണം ഞാൻ ഈ പറഞ്ഞതാണ്. കാരണം ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അടി കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ കുറേ DYFIയുടെ കുറേ ഗുണ്ടകളും ഒക്കെ ഇറങ്ങി അങ്ങ് റോഡിൽ അവരുടെ വിളയാട്ടമായിരുന്നു. കാരണം എവിടെ യൂത്ത് കോൺഗ്രസ് കാരണം അവനെയൊക്കെ കനാലിലിടുക കേട്ടോ, റോഡിൽ നിന്ന് തള്ളിയിടുക, എടുത്തിട്ട് അടിക്കുക, ഇതൊക്കെ ഈ കലാപരിപാടികളൊക്കെ നടന്നു. ഇനി ഇതുപോലെ മറ്റ് പഠിത്തങ്ങൾ എന്താണെന്നറിയാം. പിന്നെ അതായത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഈ നവകേരള സദസ്സിലുണ്ടായിരുന്ന പങ്കാളിത്തം അത് നമ്മൾ കണ്ടു. അന്തസ്സായിട്ട് ഈ പറയുന്ന ബസ്സിൽ കയറി ഇരുന്ന് അവർ സഞ്ചരിച്ചു. പിന്നെ മറ്റേ സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളെ വിളിച്ച് അവരുമായിട്ടിരുന്ന് കാപ്പി കുടിച്ചു. നല്ല ഇഷ്ടം പോലെ ആഹാരമൊക്കെ കഴിച്ചു, നല്ല വിഭവസമൃദ്ധമായ ആഹാരം ഒക്കെ കഴിച്ചു. അതൊക്കെ ആയിരുന്നു ഉണ്ടായ അവരുടെ യഥാർത്ഥത്തിലുള്ള പങ്കാളിത്തം. പിന്നെ ഈ സദസ്സിൽ ഈ നവകേരള സദസ്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സർക്കാർ കേട്ടോ നടത്തിയ സർക്കാർ തലത്തിലെടുത്ത തീരുമാനങ്ങൾ കേട്ടോ, ഇത് ശരിയാണ്. അത് എന്തുവാണെന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനെ വല്ല സാധനം ഉണ്ടായോ എന്നുള്ളത് നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് നിവേദനങ്ങൾ കിട്ടിയല്ലോ, അതിലൊക്കെ ഉള്ള തീരുമാനങ്ങൾ, അതിലൊക്കെ ഉള്ള നടപടികൾ, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നിവേദനങ്ങളൊക്കെ ഒരുപാട് പേര് കൊണ്ട് കൊടുത്തു, അതൊക്കെ വാരിക്കെട്ടി അവിടെ എവിടെ കിടപ്പുണ്ട്. അതിലൊക്കെ തീരുമാനം എടുത്തേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് തീരുമാനം എന്ന് വരും എന്നുള്ളതും നമുക്കറിയില്ല. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഈ പഠിക്കുന്നതിൻ്റെ ചിലവും ഈ പൊതുജനങ്ങൾ വഹിക്കണം, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഏതായാലും ഇനി ഇപ്പം നടക്കാൻ പോകുന്ന മാമാങ്കം എന്ന് പറയുന്നത് വൻ മാമാങ്കമായിരിക്കും. അത് നവകേരള സദസ്സ് എന്നുള്ളത് ഇതിന് പകരം ഇപ്പോൾ വികസന സദസ്സായി. എന്തോ വികസിക്കാനാണെന്നുള്ളത് നമുക്കറിയത്തില്ല.
ഏതൊക്കെ വിധത്തിലാണ് വികസിക്കുന്നത് അറിഞ്ഞൂടാ. ഇനി ഇതിനകത്ത് ഈ ഒരു 20 മിനിറ്റ് ഈ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമല്ലോ ഇത് ഇങ്ങനെ, അത് മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഇതിൻ്റെ മീറ്റിംഗ് സമ്മേളനമൊക്കെ നടക്കുമ്പോഴൊക്കെ ഒരു 20 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ സർക്കാരിൻ്റെ വൻ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാണിക്കും ജനങ്ങളിലേക്ക്. അതായത് ജനങ്ങളെ ഏത് വിധത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് അടുത്ത ഇലക്ഷനെങ്കിലും വോട്ട് വാങ്ങാം എന്ന് ശ്രമിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നതുപോലെ മറ്റ് ഇനി മാതൃകാപരമായ രക്ഷാപ്രവർത്തനം ഇതിലും കാണുമോ ഇല്ലയോ എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ട കാര്യം. അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി തൊട്ടു നോക്കാൻ പോലും ഒന്നും കിട്ടുകയില്ല. കഴിഞ്ഞ തവണ ഒരു സീറ്റ് അത് ശ്രീ രാധാകൃഷ്ണൻ വിചാരിച്ചുകൊണ്ട് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്, അതല്ലാതെ ഒന്നും കിട്ടിയില്ല. ഇനി അതേപോലെ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് നമ്മളൊന്ന് കാണണം, കണ്ടിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ, അതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് വരുന്നത്. പരസ്യങ്ങൾ ഇഷ്ടംപോലെ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങൾക്കൊക്കെ. അതുകൊണ്ട് പത്രമാധ്യമങ്ങളുമൊക്കെ ദൃശ്യമാധ്യമങ്ങളുമൊക്കെ ഇതേപോലെ ഇതിനകത്ത് കണ്ണടയ്ക്കാനും സാധ്യതയുണ്ട്. കാരണം അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് പരസ്യമാണ്. പരസ്യത്തിൽ നിന്നുള്ള വരുമാനം നല്ല രീതിയിൽ അവർക്കൊക്കെ ഉണ്ടാവും. ആദ്യമൊക്കെ ഇരുന്ന് ഇവർ കുറേ എതിർപ്പൊക്കെ വിളിച്ച് പറയുമെങ്കിൽ പോലും ഇവർ പിന്നെ അനങ്ങുകയില്ല. അതിൻ്റെ കാരണം നമ്മൾ നോക്കിക്കൊള്ളണം. ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഇവർ മിണ്ടത്തില്ല. സംഭവം മാധ്യമങ്ങളുടെ വായടപ്പിക്കാനായിട്ട് അവർക്ക് പണം കൊടുക്കും. ഈ കൊടുക്കുന്ന പണമൊന്നും ഇവരുടെ പോക്കറ്റിൽ നിന്നും എടുത്ത് കൊടുക്കുന്നതല്ല, ഇവരുടെ തറവാട്ട് വകയല്ല. ഈ പാവപ്പെട്ട നികുതിദായകൻ്റെ പണമാണ്, നികുതിദായകരുടെ പണമാണ് എടുത്ത് കൊടുക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളുടെ, അഷ്ടിക്ക് വകയില്ലാത്ത ആളുകൾ, ജനങ്ങളുടെ, അവരുടെയൊക്കെ പണമാണ് എടുത്ത് ഈ പുട്ടടിക്കാൻ പോകുന്നത്. അതേ ഉള്ളൂ നമ്മൾ കാണേണ്ടത്.